A+Ruവിലേക്ക് സ്വാഗതം. കർഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. ഒരു ഈടും നൽകാതെ കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വായ്പയുടെ പരിധി ജനുവരി 1 മുതൽ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 1.6 ലക്ഷം രൂപയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്കീം പ്രകാരമുള്ള വായ്പ. അതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 ലക്ഷം രൂപയാക്കി വച്ചിരിക്കുന്നത്. ഈടില്ല എന്നുള്ളതാണ് ഈ വായ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എങ്കിലും അവരത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡിസംബർ 6 നടന്ന റിസർവ് ബാങ്കിൻ്റെ ഒരു അവലോകന യോഗത്തിലാണ് നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ ചെറിയ 1.6 ലാക്സ് റുപ്പീസ് കൊണ്ട് മാത്രം കർഷകർക്ക് യാതൊരു പ്രയോജനവും വലുതായി ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പരിധി 2 ലക്ഷം രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. ഇതിൻ്റെ പ്രയോജനം ഏകദേശം 86% കർഷകർക്ക് കിട്ടും എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ വിലയിരുത്തൽ. കേന്ദ്ര ബാങ്ക് ഈട് രഹിത കാർഷിക വായ്പകളുടെ പരിധി 1 ലക്ഷത്തിൽ നിന്നും 1.6 ലക്ഷം ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വർധനവും വന്നിട്ടുള്ളത്. ഇങ്ങനെ പരിധി 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതോടുകൂടി മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന കാർഷിക മേഖലയ്ക്ക് കൂടുതൽ വായ്പ നൽകാൻ ബാങ്കുകൾക്കും സാധിക്കും എന്നാണ് റിസർവ് ബാങ്കിൻ്റെ വിലയിരുത്തൽ. ഇത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകൾ കൂടുതൽ എളുപ്പത്തിൽ ആക്കുകയും ചെയ്യും. 4% നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പകൾ. ഇത് ഈടില്ലാതെ 2 ലക്ഷം രൂപ വരെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർക്ക് കിട്ടുകയും ചെയ്യും. നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഈ വിവരം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.